അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹി, മൂസയെ അനിഖ്ദിഫിഹി ഫി താബൂത്ത്, താബൂത്തിൽ പിന്നെ ഇട്ടേക്കാൻ, ഫഖ്ദിഫിഹി ഫിൽ യം, അതിൽ പിന്നെ താബൂത്തിലുള്ള മൂസയെ യമ്മിൽ നൈലിൽ ഇട്ടേക്കാൻ, ഫലിയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ, യം നൈൽ നദി കുട്ടിയെ സാഹിലിൽ ഇട്ടേക്കും, അല്ലെങ്കിൽ ഇട്ടേക്കട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പന. യഖുദുഹു, കുട്ടിയെ എടുക്കും, മൂസായെ എടുക്കും അലൈഹിസ്സലാം, അദുവുല്ലി വ അദുവുല്ല, എൻ്റെ ശത്രുവും അവൻ്റെ ശത്രുവും. ആരെ ഉദ്ദേശം? യഖുദുഹു അദുവുല്ലി വ അദുവുല്ലഹു, എൻ്റെ ശത്രുവും അവൻ്റെ മൂസായുടെ ശത്രുവും മൂസായെ എടുക്കുന്നതാണ്. ആരാ ഉദ്ദേശം? ഫിർഔനാണ്. ഫിർഔൻ അള്ളാഹു പറയുന്നത് എൻ്റെ ശത്രു. എന്തുകൊണ്ടാണ് ഫിർഔൻ അള്ളാഹിൻ്റെ ശത്രുവായി? ഫിർഔൻ അള്ളാഹിനോട് അവിശ്വാസം പ്രഖ്യാപിച്ചു, അള്ളാഹുവിൽ അവിശ്വസിച്ചു. മാത്രമല്ല അള്ളാഹ്ക്ക് പ്രത്യേകമായത് റുബൂബിയത്ത്. ഫിർഔൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള ഉലൂഹിയത്ത്, ആരാധ്യത. ഫിർഔൻ പറഞ്ഞു വല്ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടോ? അപ്പോൾ അള്ളാഹു ആണ് ഇലാഹ്, അള്ളാഹു ആണ് റബ്ബ്. ഫിർഔൻ തനിക്കാണ് അത് ജൽപ്പിച്ചത്. അവൻ്റെ കുഫറാണ് അവനെ അള്ളാഹുവിൻ്റെ ശത്രുവാക്കിയത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുവാണ് ആര്? ഫിർഔൻ. എന്തുകൊണ്ട്? മൂസായോടും ദുൽമ് കാണിച്ചു, മൂസാൻ്റെ ഖൗമിനോടും ദുൽമ് കാണിച്ചു, അവരെ അടിമകളാക്കി, അവരിലെ ആണുങ്ങളെ കൊന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളാൽ മൂസാൻ്റെ അദുവുമാണ് ആര്? ഫിർഔൻ. സൂറത്ത് ഖസസിൽ അള്ളാഹു പറയാണ് ഫൽതഖതഹു ആലു ഫിർഔൻ. ഫൽതഖതഹു, മൂസയെ ഈ സാഹിൽ നിന്ന്, ലുഖ്ത എന്ന് പറഞ്ഞാൽ ഈ കളഞ്ഞു കിട്ടുന്ന സ്വത്തിനാണ് പറയുക. ലഖീത്ത് എന്ന് പറയും. ലഖീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ് കിട്ടിയ കുട്ടികൾക്കാണ് പറയുക. വഴിയിലൊക്കെ വീണ് കിട്ടൂല, വീണിട്ടുന്ന കുട്ടികൾക്ക് ലഖീത്ത് എന്ന് പറയും. ലുഖ്ത എന്ന് പറയും വീണ് കിട്ടിയ സാധനങ്ങൾക്ക്. ഹറമിൻ്റെ പവിത്രത വായിക്കുമ്പോൾ ഹദീസിൽ കാണാം വലാ തുൽതഖതു ലുഖ്തതുഹ, ഹറമിലെ ലുഖ്ത എടുക്കാൻ പാടില്ല, ഹറമിൽ കളഞ്ഞു കിട്ടിയത് എടുക്കാൻ പാടുള്ളതല്ല. ഇല്ലാ ലി മുഅർരിഫിൻ, മുഅർരിഫിനല്ലാതെ, മുഅർരിഫ് എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, അതിൻ്റെ ആളുകൾക്ക് അറിയിച്ചെത്തിക്കാനല്ലാതെ ഒരിക്കലും ഹറമിൽ വീണ് കിട്ടിയത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ലുഖ്ത എന്ന് പറയും. ലഖീത്ത് എന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ടിയ കുട്ടികൾ. അങ്ങനെ ഉള്ള കുട്ടികൾ എടുക്കുന്നതിനാണ് ഇൽത്തഖത്ത എന്ന് പറയാം. ഇവിടെ എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പെട്ടിയിൽ നൈലിൽ വരികയാണ്. അപ്പോൾ ഫൽതഖതഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ എടുത്തു. ആര്? ആലു ഫിർഔൻ. ഫിർഔൻ കുടുംബം. ലിയകൂന ലഹും അദുവൻ, ലിയകൂന, ആ മൂസ ആകുന്നതിന് വേണ്ടി, ലഹും അവർക്ക്, എന്താകുന്നതിന് വേണ്ടി? അദുവൻ, ശത്രു. വഹസനൻ, ഹസൻ പറഞ്ഞെങ്കിൽ അവർക്ക് ടെൻഷൻ. ഇവിടെ പിന്നെ അദുവുല്ലഹു, ഫിർഔന് ശത്രു. ഇവിടെ ആരാ ശത്രു? അവിടെ ഫിർഔനാണ് ശത്രു. ഇവിടെ എന്താ? ലിയകൂന ലഹും, അവർക്ക്, ആല് ഫിർഔന് മൂസ ആകുന്നതിന് വേണ്ടി അദുവൻ, ശത്രു എന്നാണ്. അപ്പോൾ മൂസയും ശത്രുവാണ്, ഫിർഔനും ശത്രുവാണ്. ഫിർഔൻ ശത്രു എങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞത്. ഫിർഔൻ എന്ത് ചെയ്തു? ഇസ്രായേല്യരെ ദ്രോഹിച്ചു, ഇസ്രായേല്യരിലെ സ്ത്രീകളെ പിന്നെ അപമാനിതരാക്കി, ഇസ്രായേലിയരിലെ പുരുഷന്മാരെ കൊന്നു, അവരെ അടിമകളാക്കി. ഇങ്ങനെയാണ് ഫിർഔൻ ഇവർക്ക് ശത്രു. പക്ഷെ മൂസ അങ്ങോട്ട് ശത്രു എന്ന് പറഞ്ഞാൽ, മൂസ അങ്ങോട്ട് ശത്രുവാകണം. അപ്പോഴാണ് എന്ത് നടക്കുക? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയെ നിയോഗിച്ച ദൗത്യം, അതിലൊന്നാണ് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ഫിർഔൻ. അപ്പോൾ മൂസ ശത്രുവാണത് ഏത് വിഷയത്തിലാണ്? ആദർശ വിഷയത്തിലാണ്. താൻ റബ്ബെന്നും ഇലാഹെന്നും പറയുന്ന ഒരാൾ ഒരിക്കലും മിത്രാകാൻ പാടില്ല. ഒരാൾക്കും മിത്രാകാൻ പാടില്ല. അയാൾ ആദർശത്തിൽ എന്താവണം? ശത്രുവാകണം. അതുകൊണ്ട് ഫിർഔന് ആര് ശത്രുവാണ്? മൂസ ശത്രുവാണ്. ആ ശത്രുത അത് കാരണത്താലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ഫിർഔനോട് ചെയ്തത്. ഫിർഔൻ്റെ ഈ അതിക്രമവാദങ്ങളിൽ ഫിർഔനുമായിട്ട് സംവദിക്കുകയും സംവാദത്തിൽ ഏർപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ആദർശ ശത്രുവാണ് ആര്? മൂസയെ അപേക്ഷിച്ച് ഫിർഔൻ്റെ ശത്രുവാണ് നിലക്ക് മൂസ. അതാണ്.
അപ്പോൾ ഇവിടെ പിന്നെ ഫിർഔൻ ഇങ്ങോട്ട് ശത്രുവാണ്, മൂസ അങ്ങോട്ടും ശത്രുവാണ്.